പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്ന് ഈ ഞായറാഴ്ച, ഈ ജൂലൈ മാസത്തിൻ്റെ ആദ്യ ഞായറാഴ്ച, വചനം നമ്മളെ പഠിപ്പിക്കുക. പ്രത്യേകിച്ച് ലൂക്കായുടെ സുവിശേഷം 12-ാമത്തെ അധ്യായം 22 മുതൽ 34 വരെ വചനങ്ങൾ ഈശോ ശിഷ്യന്മാരോട് പറയുന്നുണ്ട്. നിങ്ങൾ എന്ത് ഭക്ഷിക്കും എന്ന ജീവനെക്കുറിച്ചോ എന്ത് ധരിക്കുമെന്ന ശരീരത്തെക്കുറിച്ച് ആകുലരാകേണ്ട. എന്തെന്നാൽ ജീവൻ ഭക്ഷണത്തിനും ശരീരം വസ്ത്രത്തിനും ഉപരിയാണ്. ഈശോയെ, ഞങ്ങളുടെ ജീവിതങ്ങളിൽ ഒന്നിനെയും കുറിച്ച് ദിവ്യകാരുണ്യനാഥ അങ്ങേ തിരുസന്നിധിയിലായിരിക്കുമ്പോൾ ആകുലപ്പെടേണ്ട എന്ന ബോധ്യം ഞങ്ങൾക്ക് നൽകുന്നതോടൊപ്പം തന്നെ തമ്പുരാനെ, ഞങ്ങളുടെ ജീവിതങ്ങളെ അങ്ങിലേക്ക് അർപ്പിക്കുവാനുള്ള കൃപാവരത്തിനാണ് തമ്പുരാനെ പ്രാർത്ഥിക്കുക. പക്ഷെ മനുഷ്യരാണ് ആകുല ചിത്തരായിട്ട് ഞങ്ങളുടെ ജീവിതങ്ങളെ മുന്നോട്ട് പോകുമ്പോഴും ഞങ്ങൾ അങ്ങേ മറക്കാതെ ജീവിക്കുവാനായിട്ട് തമ്പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങനെ ഞങ്ങളുടെ ജീവിതങ്ങൾ അങ്ങേ മറക്കാതെ പോകുമ്പോഴാണ് അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്ന കളപ്പുരകൾ ഉണ്ടെന്ന ബോധ്യം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയുള്ളൂ. അവിടെയാണ് തമ്പുരാനെ അങ്ങ് എത്രമാത്രം ഞങ്ങളെ വില കൽപ്പിക്കുന്നുണ്ട് എന്ന ബോധ്യത്തിൽ വളരുവാനായിട്ട് സാധിക്കും. എന്നുള്ളതും നാളെ അടുപ്പിലെറിയപ്പെടുന്നതുമായ വയലിലെ പുല്ലിനെ ദൈവമേ അങ്ങ് എത്രമാത്രം അണിയിക്കുന്നുവെങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങൾ എത്ര അധികമായിട്ട് അണിയിക്കുകയില്ല എന്ന വചനത്തിൻ്റെ വെളിച്ചത്തിൽ ദിവ്യകാരുണ്യനാഥ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ ജീവിതങ്ങളെ സോളമൻ്റെ ജീവിതത്തിൽ സോളമൻ തമ്പുരാനെ അങ്ങയോട് ആഗ്രഹിച്ച് ചോദിച്ചത് ഒന്ന് മാത്രമാണ്, അങ്ങയുടെ ജ്ഞാനം, അങ്ങയുടെ ആത്മാവ്. ആ ജ്ഞാനത്തിൽ, ആ ആത്മാവിൽ അവൻ നിനക്ക് വേണ്ടി പണിത ദൈവാലയം ബലിപീഠത്തിൽ ഈശോയെ വചനത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ദിവ്യകാരുണ്യനാഥ ഈശോ ഞങ്ങളുടെ ആത്മാവിന്, അങ്ങയുടെ ജ്ഞാനത്തിൻ്റെ ആത്മാവിനാൽ ഞങ്ങളെ വിശുദ്ധീകരിക്കുവാനായിട്ട് തമ്പുരാനെ പ്രാർത്ഥിക്കുകയാണ്. ആ ജ്ഞാനം ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വരുമ്പോഴും ഈശോയെ അങ്ങ് ഞങ്ങളോട് പറയുന്ന പോലെ ചെറിയ അജഗണമേ നിങ്ങൾ ഭയപ്പെടേണ്ട. എന്തെന്നാൽ നിങ്ങൾക്ക് രാജ്യം നൽകുവാൻ നിങ്ങളുടെ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു. ഈശോയെ, ആ സ്വർഗത്തിലേക്കുള്ള ഞങ്ങളുടെ യാത്രയിൽ കൂട്ടായിട്ട് ഈ ലോകത്തിൽ ഞങ്ങൾ ജീവിക്കുമ്പോൾ ആകുലരാകാതെ സ്നേഹത്തിൽ, കൃപയിൽ ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണം. പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.